ആരോഗ്യരംഗം മൊത്തത്തിൽ കുത്തഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഡോക്ടർമാർ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടാകുന്നത് എന്നുള്ള ആക്ഷേപവും പ്രതിപക്ഷം പറയുന്നുണ്ട്. എത്ര വർഷങ്ങൾക്ക് മുൻപാണെങ്കിലും അത് നടപടിയെടുത്തു പോകുമെന്നുള്ളതിൻ്റെ ഉദാഹരണമാണിത്, അല്ലേ? എത്ര വർഷങ്ങളാണെങ്കിലും ഏത് കാലത്താണെങ്കിലും അതിലെതിരെ നടപടിയെടുക്കുമെന്നുള്ളതാണ്. ഇതാരാണ് ഈ വാക്കുകൾ പറയുന്നത്? അത് ഈ പറയുന്ന കുത്തകകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. 600 പരാതികൾ എൻ്റെ മുന്നിൽ സ്വകാര്യ ആശുപത്രികൾക്കെതിരെ വന്നിട്ടുണ്ട്. ഇതിലെത്ര പരാതികൾ വാർത്തയായിട്ടുണ്ട്? ഞാൻ പറഞ്ഞ ഇതേപോലെയുള്ള ഒരു സംഭവം ഇതൊരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരു തൊഴിലുറപ്പ് തൊഴിലാളിയായിട്ടുള്ള ഒരു വനിത, ഇതുണ്ടാകാൻ പാടില്ലാത്തത്. അതുകൊണ്ടാണ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടികൾ എടുക്കുമെന്നുള്ളത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഇതേ സംഭവം തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായി. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നെനിക്ക്. ഭൂരിപക്ഷ മാധ്യമങ്ങൾ ഒരു പത്രത്തിലെന്തോ ഞാൻ ഒരു കോളം വാർത്ത അന്ന് കണ്ടു. പക്ഷേ ഞാൻ അന്നും ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പ്രസംഗിച്ചിരുന്നു. അത് മസ്കിറ്റോ ഫോർസെപ്സ് പുറത്തെടുത്തത് ആ കേസിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് കേരളത്തിന് പൊതുവായി ഇപ്പോൾ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ എത്തുന്നവരുടെ എണ്ണത്തിലുള്ള ഗണ്യമായ വർധനവൊന്നും നോക്കൂ. കാർഡിയാക് അറസ്റ്റുമായിട്ട് ആശുപത്രികളിൽ എത്തുന്നവരിൽ 30% പേർ നേരത്തെ മരണമടയുമായിരുന്നു. ഇപ്പോൾ ആ മരണനിരക്ക് 6% കുറഞ്ഞു. നേരത്തെ ഇങ്ങനെ എത്ര ഉദാഹരണങ്ങൾ. അപൂർവ രോഗങ്ങളുമായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരൊന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് കാണാൻ ആഗ്രഹമുള്ള മാതാപിതാക്കൾക്ക് അത് സാധിക്കുമായിരുന്നില്ല. കാരണം അതിലൊരു സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് ഉണ്ടായിരുന്നില്ല. ഓരോ വയലിനും ലക്ഷക്കണക്കിന് രൂപയാണ്. അത് സംസ്ഥാന സർക്കാർ ഫ്രീ ട്രീറ്റ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ചു. കേരള യുണൈറ്റഡ് അഗൈൻസ്റ്റ് റെയർ ഡിസീസസ്. ഡോക്ടർമാരുടെ ക്വാളിറ്റിയെ കുറിച്ച് നമുക്കൊരു അസസ്മെന്റ് ആരോഗ്യവകുപ്പ് നടത്തിക്കൂടും. കാരണം സർക്കാർ ആശുപത്രിയിലുള്ള ഡോക്ടർമാരെല്ലാം നല്ല ഗുണനിലവാരമുള്ള ഡോക്ടർമാരാണ് വിശ്വസിച്ചാണ് എല്ലാവരും വരുന്നത്. പക്ഷേ അവരുടെ ക്വാളിറ്റിയെ കുറിച്ച് വലിയ തരത്തിലുള്ള സംശയം സാധാരണക്കാർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. എല്ലാ ഡോക്ടർമാരും അങ്ങനെയല്ല എന്നുള്ളത് ആദ്യം കരുതുക. കാരണം ഇതും സർക്കാർ ആശുപത്രികളെ സംബന്ധിച്ചിട്ടുള്ള പൊതുവായ ഒരു ധാരണ. പക്ഷേ അങ്ങനെ അല്ലാത്ത ചിലരുണ്ട്. അങ്ങനെ അല്ലാത്ത ചിലർക്കെതിരെ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ചെറിയൊരു പരാതി ലഭിച്ചാൽ പോലും ഒരിടത്ത് ഒരു പരാതി ലഭിച്ചു, അടുത്ത് തൊട്ടു നോക്കുന്നില്ല. കോവിഡ് കാലത്ത് തൊട്ടു നോക്കില്ലായിരുന്നല്ലോ. അതുപോലെ ഇപ്പോൾ ഇന്നലെ ഞാൻ പോയ ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു, ഡോക്ടർ ദൂരെ ഇരുന്നാണ് നോക്കുന്നത്. അങ്ങനെ ഒരാൾ സർവീസിൽ വേണോ എന്നുള്ളത് സംബന്ധിച്ച് പരിശോധിക്കണം എന്നുള്ളത് തന്നെയാണ്. എന്ന് വെച്ചാൽ കൈ തൊടുന്നില്ല, ദൂരെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാൾ സർവീസിൽ വേണോ? എന്തിനാണ് അങ്ങനെ ഒരാൾ? രോഗമായിട്ട് ഡയഗ്നോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള രീതികളില്ലേ? അപ്പോൾ പഴയ ഡോക്ടേഴ്സ്, ഇപ്പം ഡോക്ടർ മാത്യു അയ്യപ്പിനെ പോലെയുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റായിട്ട് HOD ആയിട്ടുള്ള ഡോക്ടർ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. നേരത്തെ ഒരു രോഗം എങ്ങനെ ഡയഗ്നോസ് ചെയ്യും, ഇപ്പോൾ എങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നു, ആ വ്യത്യാസം. അപ്പോൾ അതിലുള്ള ഗുണം എന്താ? നേരത്തെ ഒരു ജനറേഷൻ ഓഫ് ഡോക്ടേഴ്സ് അതിന് ഇപ്പോഴും അത് അഡ്വക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നല്ല പെരുമാറ്റം കൃത്യമായിട്ട് ഉണ്ടാകണം. അത് ഉണ്ടായേ മതിയാവുള്ളൂ. ആരോഗ്യവകുപ്പിന്റെ വിജിലൻസ് സെല്ലിന്റെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ല. കാരണം 2016 മുതൽ 25 നിൽക്കുമ്പോൾ വിജിലൻസ് കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെടുന്നില്ല. അതിന് അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് DHS വിജിലൻസ് വിഭാഗം ഉണ്ടല്ലോ. ഡോക്ടർ രാജേന്ദ്രനാണ് നമ്മുടെ ADHS വിജിലൻസ് വിഭാഗം. ഏറ്റവും കൂടുതൽ കേസുകൾ പരിശോധിച്ചിട്ടുള്ള ഒരു വിഭാഗമാണ്. ഈ 24 ന്യൂസ് കൊടുത്തൊരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. 24 ന്യൂസ് ആണോ ആരാണ് എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണെങ്കിൽ അതിൽ 2 ഫയൽ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ ഒരേ കാര്യം പറയുന്നത്. അതിൽ ഒരു കാര്യത്തിൽ ഏതാണ്ട് തീരുമാനം അന്തിമമായിട്ട് ഫയൽ വരുന്നു എന്നുള്ളതാണ്. അത് നോക്കട്ടെ. പക്ഷേ അത് ആരോഗ്യ വകുപ്പിന് DHSന് വർഷങ്ങളായിട്ട് വിജിലൻസ് സംവിധാനം. ADHS ആണ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് ആണ്. എത്ര കേസുകൾ അതിൽ സ്ട്രിക്ട്നെസ് കൂടി പോകുന്നു എന്നുള്ളതാണ് അവിടെ പരാതിയുള്ളത്.